പിന്നെ ഒരു മെയിനായിട്ട് വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പം ഒരു സർട്ടിഫിക്കേഷൻ ഓറിയൻറ്റഡ് കോഴ്സാണോ അല്ലെങ്കിൽ നമുക്ക് കോഴ്സിനാണോ വാലിഡിറ്റി? ഐ മീൻ എന്താണ് അതിൽ ഒരു മേജർ റോൾ വരുന്നത്? ഇതൊരു സർട്ടിഫിക്കേഷൻ കോഴ്സിനേക്കാളും കൂടുതൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ടെക്നിക്കൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യുക. നിങ്ങളൊരു കമ്പനിയിൽ അസെറ്റ് ആവുക, നിങ്ങൾ ആ ഒരു നോളജ് വെച്ച് നിങ്ങൾ ഗ്രോ അപ്പ് ചെയ്യുക. ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വർക്ക്ഷോപ്പ് വെച്ച് നിങ്ങളുടെ ടെക്നിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് സൈൻ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് വാലിഡ് നിങ്ങളുടെ കോഴ്സ് വാലിഡ് ചെയ്യുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. സർട്ടിഫിക്കറ്റ് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അതെന്ന് പറയുന്നത് MRICS മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫിഡിക് ട്രെയിൻഡ് മെമ്പേഴ്സ് സീനിയർ ഫാക്കൽറ്റീസാണ് സൈൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ യുവർ അസൈൻമെൻറ്റ് ഇവാലുവേഷൻ. നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഇവാലുവേഷനാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്കൂൾ പോലെ എക്സാം ചെയ്ത് പാസ്സാകുന്ന പരിപാടിയല്ല. കമ്പനി പോയാൽ വർക്ക് ചെയ്യണം. നിങ്ങളൊരു എക്സാം ചെയ്തിട്ട് ചിലപ്പോൾ ഒരു എന്താ പറയുക MCQ ചെയ്തിട്ട് നിങ്ങൾക്കൊരു കമ്പനിയിൽ നിലനിൽക്കാൻ പറ്റില്ലല്ലോ. സോ ഞങ്ങൾ സർട്ടിഫൈ ചെയ്ത് തരുന്നത് യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് വർക്ക്, അല്ലെങ്കിൽ യു ആർ എ പ്രൊഫഷണൽ എന്നുള്ള സർട്ടിഫിക്കറ്റാണ് തരുന്നത്. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ റിസൾട്ട് തരണം. അതിനാണ് അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം, വർക്ക്ഷോപ്സ് ഉണ്ടാവും, വർക്ക്ഷോപ്സ് കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ടാണ് അസൈൻമെൻറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ. ഓക്കെ, ആ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ നോളജ് നിങ്ങൾ സെറ്റ് ചെയ്യണം. പഠിക്കുന്ന പോലെയല്ല, എക്സാമിനും തലേദിവസം പോയി പഠിച്ച് എക്സാം എഴുതി മാർക്ക് വാങ്ങാന്നുള്ള രീതി അതല്ലല്ലോ നമ്മൾ കമ്പനിയിൽ ചെയ്യണത്. റെഡി ടു ഡു അതാണ് കമ്പനി ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, നിങ്ങളൊരു പ്രൊഫഷണൽ ആണ്. അതാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതൊരു എക്സാമിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യുന്നത്, നിങ്ങൾ എത്രത്തോളം ഓണർഷിപ്പിലാണ് ചെയ്യുന്നത്, നിങ്ങളെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു പേപ്പറിനെ അല്ല, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു 30 മിനിറ്റ്സിലെ ക്വസ്റ്റ്യൻ ആൻസറിനെ അല്ല ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്.